ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ്. അപ്പോൾ കുനാഫ ഡോ ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല നേരിയായിട്ടുള്ള സേമിയാണ്. അപ്പോൾ നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഓവറായിട്ട് പൊടിച്ചെടുക്കണ്ട. നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലെ ബട്ടർ ചേർക്കുക. ഇല്ലെങ്കിൽ നമുക്ക് മെൽറ്റഡ് ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/4 കപ്പ് പാൽ മാറ്റി വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ കോൺഫ്ലവർ ഇല്ലാത്തവരാണ് മൈദ ചേർക്കുന്നത്. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഒരു മൈദയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിലൊന്നും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് എല്ലാത്തേക്ക് എത്തിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കാതിരുന്നെങ്കിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ കട്ട കെട്ടി നിൽക്കും. നമ്മൾ ക്രീമി ആയിട്ട് കിട്ടില്ല. നമ്മൾ ക്രീമി ആയിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലൊന്നും നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്യുക. നമ്മൾ ചൂടാറുമ്പം ഇതിനേക്കാളൊന്ന് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക. ഹോം മെയ്ഡ് ക്രീം ചീസാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. ക്രീം ചീസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഏത് പാനിലാണോ കുക്ക് ചെയ്യുന്നത് ആ പാനിലേക്ക് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ഓയിൽ വേണ്ട, കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ആ ഒരു വെർമിസെല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഹോൾസൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ആ ഒരു വെർമിസെല്ലിയുടെ ഹാഫ് ഭാഗം തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചൂടാറിയതിന് ശേഷമുള്ള ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം. നന്നായിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് ജ്യൂസ് അടിച്ചെടുത്താൽ മതി. അത് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു സേമിയയുടെ കൂട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുത്തിട്ട് ഇത് സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെറിയ തീയിൽ വെക്കുക. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. നമ്മൾ മറ്റു ഭാഗം തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൂടോടെ തന്നെ ഇത് കഴിക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പിസ്ത ഇട്ട് കൊടുക്കുക. പിസ്ത കയ്യിലില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ടൈഗറിൻ്റെ പിസ്ത മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. അതുപോലെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ക്രീമി ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.